ഹായ് ഗൈസ്, എല്ലാവർക്കും ഡെബീസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ഫ്ലട്ടർ മലയാളം കോഴ്സിലെ 6ാമത്തെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ടെർണറി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞ ഓപ്പറേറ്ററിനാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസിൽ ആയിട്ട് നമ്മൾ യൂണറി ഓപ്പറേറ്ററും ബൈനറി ഓപ്പറേറ്ററിനെയും കണ്ടു. അപ്പോൾ നമുക്ക് ടെർണറി ഓപ്പറേറ്റർ എന്താണെന്ന് കാണാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമുക്ക് ടെർണറി ഓപ്പറേറ്റർ എന്താണെന്ന് കാണാം. അപ്പം നമ്മൾ നേരത്തെ വീഡിയോസിലെല്ലാം ബൈനറിയും യൂണറി ഓപ്പറേറ്റേഴ്സിനെ പറ്റി പഠിച്ചിരുന്നു. അപ്പോൾ എന്തായിരുന്നു യൂണറി ഓപ്പറേറ്റർ? ഒരു വേരിയബിൾ അല്ലെങ്കിൽ ഒരു നമ്പറിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഓപ്പറേറ്ററിനാണ് യൂണറി ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അതുപോലെ ബൈനറി എന്ന് പറയുമ്പം രണ്ട് വേരിയബിൾ അല്ലെങ്കിൽ രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള ഓപ്പറേഷൻസ് നടക്കുമ്പോഴാണ് ബൈനറി ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ടെർണറി? അപ്പോൾ ടെർണറി എന്ന് പറയുമ്പോൾ 3 ഓപ്പറേറ്റേഴ്സിൽ ഉപയോഗിക്കുമ്പോഴാണ് ടെർണറി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ ആദ്യം അതിന്റെ സിൻടാക്സ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പം ടെർണറി എന്ന് പറയുമ്പം ഒരു ബൂളിയൻ വാല്യൂ ബേസ് ചെയ്ത് ഒരു അസൈൻമെന്റ് ചെയ്യുക അല്ലെങ്കിൽ പ്രിന്റ് ചെയ്യുക, അങ്ങനെയാണ് ചെയ്യുക. ഓക്കെ, അതെങ്ങനെ? അപ്പൊ അതിന്റെ സിൻടാക്സ് ഇങ്ങനെയാണ്. ഒരു കണ്ടീഷൻ കാണും. ഓക്കെ, ഒരു കണ്ടീഷൻ കാണും. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് കഴിഞ്ഞ് വരുന്ന എന്താണോ ഈ ക്വസ്റ്റ്യൻ മാർക്കും കോളനും, ഇതാണ് നമ്മുടെ ടെർണറി ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ക്വസ്റ്റ്യൻ മാർക്ക് കഴിഞ്ഞ് വരുന്ന എന്താണോ അതാണ് ഈ കണ്ടീഷൻ ട്രൂ ആയാലുള്ള എക്സ്പ്രഷൻ വരുന്നത്. ഓക്കെ, അപ്പം ഇവിടെ എക്സ്പ്രഷൻ 1. ഇനി കണ്ടീഷൻ ഫോൾസ് ആയ എന്തായിരിക്കും വരിക? എക്സ്പ്രഷൻ 2. ഓക്കെ, അപ്പം ഒരു കണ്ടീഷൻ ഉണ്ടാവും. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഫസ്റ്റ് എക്സ്പ്രഷൻ, അതായത് എക്സ്പ്രഷൻ 1 ആയിരിക്കും ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഈ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിലോ എക്സ്പ്രഷൻ 2 ആയിരിക്കും ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന് നമുക്കൊരു എക്സാമ്പിൾ ആണ്. അപ്പൊ ഞാൻ ഒരു 2 നമ്പേഴ്സിൽ ഏറ്റവും വലിയ നമ്പർ ഏതാന്ന് കണ്ടുപിടിക്കാൻ പോവാം. അപ്പൊ ഇന്റ് a is equal to 3 എന്നിരിക്കട്ടെ. അതുപോലെ ഇന്റ് b is equal to 4. ഓക്കെ, ഇതാണ് എന്റെ 2 നമ്പേഴ്സ്. അപ്പൊ ഇതിൽ ഞാൻ ബിഗ്ഗസ്റ്റ് ഏതാന്ന് വെച്ചാൽ ഒരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യാൻ പോകും. അപ്പം ഇന്റ് ബിഗ് എന്ന് പറഞ്ഞാണ് വേരിയബിളിന്റെ പേര്. ബിഗ് ഇസ് ഈക്വൽ ടു, അപ്പൊ ആദ്യം നമ്മൾ കണ്ടീഷൻ എഴുതുമ്പോൾ എപ്പോഴും ഒരു ബ്രാക്കറ്റ് ഇടണം. ഓക്കെ, അപ്പം ബ്രാക്കറ്റ് ഇട്ടിട്ട് നമ്മൾ കണ്ടീഷൻ എഴുതാം. എന്താണ് കണ്ടീഷൻ? a ഗ്രേറ്റർ ദാൻ b ആണോ നോക്കുക. a ഗ്രേറ്റർ ദാൻ b ആണെങ്കിൽ ഏതായിരിക്കും വരുന്നത്? a ആയിരിക്കും വരുന്നത്. അപ്പൊ നമ്മൾ എന്താ, ട്രൂ ആകുമ്പോൾ എന്റെ വാല്യൂ ആണ് അവിടെ ബിഗിലോട്ട് കൊടുക്കേണ്ടത്. ഇനി a ഗ്രേറ്റർ ദാൻ b അല്ലെങ്കിലോ നമുക്ക് അവിടെ ഫോൾസ് ആ വരേണ്ടത്. അപ്പം ബിന്റെ വാല്യൂ വരണം. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ ബിഗിന്റെ വാല്യൂ, അതായത് ബിഗ്ഗസ്റ്റ് നമ്പർ ഏതാന്ന് വെച്ചാൽ പ്രിന്റ് ചെയ്യാം. പ്രിന്റ് ബിഗ്. ഓക്കെ, ഞാൻ ഇതിന്റെ കൂടെ ഈ എക്സ്പ്രഷൻ, അതായത് a ഗ്രേറ്റർ ദാൻ b എന്ന് പറഞ്ഞ എക്സ്പ്രഷന്റെ വാല്യൂ കൂടെ പ്രിന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് അത് എങ്ങനെ ഇവാലുവേഷൻ വരുന്നത് എങ്ങനെയാന്ന് കാണാൻ വേണ്ടി a ഗ്രേറ്റർ ദാൻ b. ഓക്കെ, ഞാൻ ഒന്ന് റൺ ചെയ്യുക. കണ്ടോ, ഇപ്പൊ അവിടെ എന്താ സംഭവിച്ചത്? ആദ്യം a ഗ്രേറ്റർ ദാൻ b ആണോ നോക്കും. ഇപ്പൊ ഇവിടെ നോക്കുമ്പോ 3 ഗ്രേറ്റർ ദാൻ 4 ആണോ നോക്കും. പക്ഷെ 4 ആണ് ഗ്രേറ്റർ. അപ്പൊ ആ കണ്ടീഷൻ എന്താ? ഫോൾസ് ആയി. കണ്ടോ, ഫോൾസ് എന്ന് ഇവാലുവേറ്റ് ചെയ്തു. ഫോൾസ് ആകുമ്പോ എന്താ? ഫോൾസ് ആകുമ്പോൾ കോളൻ കഴിഞ്ഞിട്ടുള്ള വാല്യൂസ് ആയിരിക്കും വരുന്നത്. കോളൻ കഴിഞ്ഞ് വരുന്ന എന്താണോ എക്സ്പ്രഷൻ വരുന്നത് ആ എക്സ്പ്രഷൻ ആയിരിക്കും ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പൊ കോളൻ കഴിഞ്ഞ് ഇവിടെ എന്തായിരുന്നു എക്സ്പ്രഷൻ? b ആയിരുന്നു. ബിന്റെ വാല്യൂ എന്താ? 4. അപ്പം 4 ആണ് ബിഗിലോട്ട് സ്റ്റോർ ചെയ്തത്. അപ്പൊ ആ വാല്യൂ നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും. ഓക്കെ, ഇനി ഞാൻ എന്റെ വാല്യൂ 13 എന്നിരിക്കട്ടെ. എന്നിട്ട് ഞാൻ റൺ ചെയ്യുക. അപ്പൊ നേരത്തെ പറഞ്ഞ ആ കണ്ടീഷൻ a ഗ്രേറ്റർ ദാൻ b എന്ന് പറഞ്ഞ കണ്ടീഷൻ ട്രൂ ആയി. ട്രൂ ആയപ്പോ എന്താ സംഭവിച്ചത്? എന്റെ വാല്യൂ ആണ് അവിടെ പ്രിന്റ് ചെയ്യേണ്ടത്. അതായത് ക്വസ്റ്റ്യൻ മാർക്ക് കഴിഞ്ഞ് വരുന്ന എന്തൊക്കെയാണോ അത് ആ എക്സ്പ്രഷൻ ആണ് അവിടെ വരുന്നത്, അവിടെ ഇവാലുവേറ്റ് ആവുന്നത്. അപ്പം നമുക്ക് ബിഗിന്റെ വാല്യൂ എന്റെ വാല്യൂന് ഈക്വൽ ആയിട്ട് കിട്ടി. അപ്പം നമുക്ക് ബിഗസ്റ്റ് വാല്യൂ ഏതാ കിട്ടിയത്? 13 എന്ന് പറഞ്ഞ് കിട്ടി. ഇനി ഇവിടെ വേരിയബിൾ നിങ്ങൾക്ക് ഇവിടെ ഡിക്ലെയർ ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് പ്രിന്റ് ചെയ്താൽ മതിയെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് ഇത്രയും എടുത്ത് പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് അകത്ത് കൊടുത്താൽ മതി. അപ്പൊ അതെങ്ങനെയാന്ന് കാണാം. ഞാനിവിടെ ബിഗിന് പകരം ബിഗിലോട്ട് നമ്മൾ അസൈൻ ചെയ്ത ആ ഫുൾ വാല്യൂ. ഓക്കെ, ഈ ബിഗ് ഞാൻ എടുത്ത് കളയും. ബിഗ് വേണ്ട എനിക്കിപ്പോ. അപ്പൊ അത് മെമ്മറി കുറച്ചുകൂടെ സേവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പം ഇവിടെ a ഗ്രേറ്റർ ദാൻ b ആണോ നോക്കും. ഞാൻ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് പ്രിന്റ് ചെയ്യാം. ഞാൻ ഇവിടെ ഒരു വ്യത്യാസത്തിന് എത്ര പറയാം, ഒരു 23 ഇരിക്കട്ടെ. എന്നിട്ട് ഞാൻ റൺ ചെയ്യുക. അപ്പം ഞാൻ റൺ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? a ഗ്രേറ്റർ ദാൻ b ആണോ നോക്കും.
അത് ട്രൂ ആയിരുന്നു നമുക്ക് കിട്ടി, കാരണം 23 4-നേക്കാളും ഗ്രേറ്റർ ആണ്. അപ്പൊ അവിടെ എന്താ നടക്കുന്നത്? എന്റെ വാല്യൂ പ്രിന്റ് ചെയ്യും, കാരണം ക്വസ്റ്റ്യൻ മാർക്ക് കഴിഞ്ഞിട്ട് എ ആണ് വരുന്നത്. എന്റെ വാല്യൂ എന്തായിരുന്നു? 23. അപ്പൊ ബിഗസ്റ്റ് ഏതാ? 23 നമുക്ക് കിട്ടി. ഇനി ബിന്റെ വാല്യൂ ആണ് വലുതെന്നിരിക്കട്ടെ, 44 എന്നിരിക്കട്ടെ ബിന്റെ വാല്യൂ. ഞാൻ ഇത് റൺ ചെയ്യുക. അപ്പൊ എന്താ കിട്ടിയത്? എ ഗ്രേറ്റർ ദാൻ ബിന്റെ ആ എക്സ്പ്രഷന്റെ വാല്യൂ എത്ര ഇവാലുവേറ്റ് ചെയ്തെന്ന്? ഫോൾസ് എന്നാണ് നമുക്ക് കിട്ടിയത്. നമുക്ക് അറിയാം 44 ഗ്രേറ്റർ ദാൻ 23. അപ്പം എ ഗ്രേറ്റർ ദാൻ ബി എന്ന് പറയുമ്പോൾ അത് ഫോൾസ് ആണ്. അപ്പൊ ഫോൾസ് ആകുമ്പോൾ എന്താണ്? ഈ കോളൻ കഴിഞ്ഞ് വരുന്ന എന്തൊക്കെയാണോ അതായിരിക്കും അവിടെ പ്രിന്റ് ചെയ്യുക, അല്ലെങ്കിൽ അതായിരിക്കും അവിടെ ഇവാലുവേഷൻ നടക്കുക. അതുകൊണ്ടാണ് നമുക്ക് 44 കിട്ടി. അപ്പൊ നമുക്ക് 2 നമ്പേഴ്സ് വന്നാൽ അതിലെ ബിഗസ്റ്റ് നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നമുക്ക് 3 നമ്പേഴ്സിന്റെ കേസ് എടുക്കാം. ഓക്കെ, അപ്പം ഇപ്പൊ ഇവിടെ ഞാൻ 3, ഇവിടെ 5, ഒരു സി എന്ന് പറഞ്ഞ വേരിയബിളില് 4 എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ ബിഗസ്റ്റ് നമ്പർ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സും കൂടെ ഉപയോഗിക്കും, അതായത് 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് നേരത്തെ വീഡിയോയില് നമ്മൾ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോ റെഫർ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സും കൂടെ ഇടാം. അപ്പൊ ഇവിടെ എന്താണ്? 3 വേരിയബിൾസ് ഉണ്ട്. 3 നമ്പേഴ്സിൽ ഏതാ ഗ്രേറ്റർ എന്ന് നോക്കാം. ഇവിടെ എ ഗ്രേറ്റർ ദാൻ ബി എന്നുള്ള കണ്ടീഷൻ നോക്കിയിട്ടുണ്ട്. അതിന്റെ കൂടെ നമ്മൾ സിനെക്കാളും വലുതാണോന്നും കൂടെ നോക്കണം, എ എന്ന് പറഞ്ഞ വാല്യൂ. ഇപ്പൊ എ ഗ്രേറ്റർ ദാൻ സി ആണോന്നും കൂടെ നോക്കും. ഓക്കെ, അപ്പം എ ഗ്രേറ്റർ ദാൻ സി ആണോ നോക്കുക. ഞാൻ ഇവിടെ ആദ്യം 13 എന്ന് പറഞ്ഞ് കൊടുക്കുക. അപ്പം ഇവിടെ ഈ വാല്യൂ ആദ്യം പ്രിന്റ് ചെയ്ത് വരാൻ വയ്ക്കുക. ഓക്കെ, അപ്പൊ ഞാൻ ഈ മൊത്തത്തിലുള്ള എക്സ്പ്രഷൻ ഇവിടെ ആദ്യം പ്രിന്റ് ചെയ്യാം. അപ്പൊ അതിന്റെ വാല്യൂ എന്താ നമുക്ക് കിട്ടും. ഞാൻ റൺ ചെയ്യുക. കണ്ടോ, നമുക്ക് എ ഗ്രേറ്റർ ദാൻ ബി ആയിരുന്നോ? 13 ഗ്രേറ്റർ ദാൻ 5 ആയിരുന്നോ? ആണ്, ട്രൂ ആയിരുന്നു. അടുത്ത കണ്ടീഷൻ എ ഗ്രേറ്റർ ദാൻ സി ആണോ? 13 ഗ്രേറ്റർ ദാൻ 4 ആണോ? ആണ്. അപ്പൊ രണ്ടും ട്രൂ ആകുമ്പോൾ നമുക്ക് ആൻഡിൽ വരുമ്പോൾ അത് ഇവാലുവേറ്റ് ചെയ്ത് വരുന്നത് ട്രൂ ആയിരിക്കും. അപ്പൊ അങ്ങനെ ഫുൾ ട്രൂ ആകുമ്പോൾ ഏറ്റവും ബിഗസ്റ്റ് വാല്യൂ ഏതാ കിട്ടുക? എ എന്ന് പറഞ്ഞ വാല്യൂ കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ സി ആണ് വലുതെന്നിരിക്കട്ടെ. സപ്പോസ് സി ആണ് വലുതെന്നിരിക്കട്ടെ. അപ്പൊ നമ്മൾ ഇങ്ങനെ കൊടുത്താൽ നമുക്കത് അറിയാൻ പറ്റില്ല, കാരണം ഇവിടെ എ ആണ് വലുതെന്ന് കിട്ടി, പക്ഷെ അടുത്ത ബിയിലും സിയിലും ഏതാ വലുതെന്ന് അറിയണ്ടേ. അപ്പൊ നമുക്ക് ഈ കോളൻ കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ ഒരു കണ്ടീഷൻ കൊടുക്കാം. ഓക്കെ, പുതിയൊരു എന്താ പറയാ കണ്ടീഷനും അതിന്റെ എക്സ്പ്രഷനും കൊടുക്കാം. അപ്പൊ ഞാൻ ഇവിടെ ബ്രാക്കറ്റില് ബി ഗ്രേറ്റർ ദാൻ സി ആണോ നോക്കുക. ഓക്കെ, അപ്പൊ ബി ഗ്രേറ്റർ ദാൻ സി ആണെങ്കിൽ എന്താണ്? ബി ആണ് വലുത്, അല്ലെങ്കിൽ എന്താണ്? സി ആണ് വലുത്. അപ്പൊ ഞാൻ ഇതിന്റെ ഈ ഒരു കണ്ടീഷന്റെ വാല്യൂ കൂടെ ഇവിടെ പ്രിന്റ് ചെയ്ത് കാണിക്കാം. പ്രിന്റ് ബി ഗ്രേറ്റർ ദാൻ സി. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, അപ്പൊ ഇവിടെ എന്താ വന്ന? ആദ്യം ഇവാലുവേറ്റ് ചെയ്ത എക്സ്പ്രഷൻ, ഈ ഒരു എക്സ്പ്രഷന്റെ വാല്യൂ ആദ്യം ഇവാലുവേറ്റ് ചെയ്തു. അപ്പൊ എന്താ അവിടെ കിട്ടിയ? എ ഗ്രേറ്റർ ദാൻ ബി ആണോ നോക്കും. എ ഗ്രേറ്റർ ദാൻ ബി ആയിരുന്നോ? ആയിരുന്നു. എ ഗ്രേറ്റർ ദാൻ സി ആണോ എന്നും കൂടെ നോക്കും. എ ഗ്രേറ്റർ ദാൻ സി ആയിരുന്നോ? അല്ല. ഒരു കണ്ടീഷനെങ്കിലും ഫോൾസ് ആയ ആൻഡ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ മൊത്തത്തിൽ ഫോൾസ് ആയിരിക്കും ഇവാലുവേറ്റ് ചെയ്ത് വരുന്ന ആൻസർ. അപ്പം എന്താ, ഇവിടെ ഈ ക്വസ്റ്റ്യൻ മാർക്ക് കഴിഞ്ഞ് വരുന്ന എല്ലാ സാധനവും അത് നെഗ്ലക്ട് ചെയ്യും, അത് നോക്കത്തില്ല. അത് കഴിഞ്ഞ് കോളം വരുന്ന സാധനങ്ങളായിരിക്കും നോക്കുന്നത്, കാരണം ഈ ഒരു കണ്ടീഷൻ ഫോൾസ് ആയിരുന്നു. അപ്പൊ കോളം കഴിഞ്ഞ് നോക്കുമ്പോൾ എന്താ, അവിടെ ഒരു കംപ്ലീറ്റ് വീണ്ടും ഒരു പുതിയൊരു കണ്ടീഷനും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്താ ഈ എക്സ്പ്രഷൻസും ഉണ്ട്, ടെർണറി ഓപ്പറേറ്റർ വെച്ചിട്ടുള്ള എക്സ്പ്രഷൻസും ഉണ്ട്. അപ്പൊ അവിടെ അതായിരിക്കും ഇവാലുവേറ്റ്. അപ്പൊ എന്താ ഇവിടെ അടുത്ത് നോക്കുക, എ ഗ്രേറ്റർ ദാൻ ബി, എ എന്തായാലും ബിനെ സിനെക്കാളും വലുതല്ല എന്ന് മനസ്സിലായി. ഏതോ ഒരെണ്ണത്തിനെക്കാളും ചെറുതായതുകൊണ്ടാണ് അവിടെ എ വലുതല്ലാത്തത്, എ ബിഗസ്റ്റ് നമ്പർ അല്ലാത്തത്. അപ്പൊ നമ്മൾ അവിടെ ബിയും സിയും ആണ്, പിന്നെ അതിലേതാണ് വലുതെന്ന് നോക്കേണ്ട. അപ്പൊ അവിടെ എന്താ നോക്കുക, ബി ആണോ ഗ്രേറ്റർ ദാൻ സി എന്ന് നോക്കുക. 5 ഗ്രേറ്റർ ദാൻ സി ആണോ? അല്ല. അപ്പൊ എന്താ, ഈ കണ്ടീഷന്റെ ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ് വരുന്നത്. അപ്പൊ ഫോൾസ് വരുമ്പോ എന്താ, കോളൻ കഴിഞ്ഞിട്ട് എന്താണ് വരുന്നത് അതായിരിക്കും ഇവാലുവേറ്റ്. ഇവിടെ എന്താ, സി ആണ് ഇവാലുവേറ്റ്. സിന്റെ വാല്യൂ എന്തായിരുന്നു? 14. അപ്പൊ അതായിരുന്നു നമുക്ക് ബിഗസ്റ്റ് നമ്പർ എന്ന് കിട്ടിയത്. ഞാൻ ബിന്റെ വാല്യൂ 15 ആക്കുവാണെന്ന് ഇരിക്കട്ടെ. എന്നിട്ട് ഞാൻ ഇത് റൺ ചെയ്ത് നോക്കുക. അപ്പൊ കണ്ടോ, നമുക്ക് ആദ്യത്തെ കണ്ടീഷൻ ഫോൾസ് തന്നെ കിട്ടിയ, കാരണം എ ഗ്രേറ്റർ ദാൻ ബി അല്ല, 13 ആണ് ലെസർ ദാൻ 15. സോ ആ ഒരു കണ്ടീഷൻ മൊത്തത്തിൽ ഫോൾസ് ആവും. അത് കഴിഞ്ഞ് എന്താ നോക്കുന്നത്, അടുത്ത കണ്ടീഷൻ ബി ഗ്രേറ്റർ ദാൻ സി ആണോ നോക്കുക. കാരണം എന്റെ കണ്ടീഷൻ, എ ബിഗസ്റ്റ് ആവാനുള്ള കണ്ടീഷൻ ഫോൾസ് ആയി പോയി. അപ്പൊ പിന്നെ ബാക്കിയുള്ളത് ബിയും സിയും ആണ്. അപ്പൊ ബിയും സിയും വെച്ച് നോക്കുക, ബിയും സിയിലും ഏതാ വലുതെന്ന് നോക്കുക. അപ്പൊ ബി ആണ് ഇവിടെ ഗ്രേറ്റർ, കാരണം എന്താ, ബിന്റെ വാല്യൂ 15 ആണ്. 15 ഗ്രേറ്റർ ദാൻ 14 ആണോ നോക്കും. അത് നമുക്ക് ട്രൂ ആയിട്ട് കിട്ടും. അതുകൊണ്ട് ഇവിടെ ട്രൂ എന്ന് പറഞ്ഞാൽ പ്രിന്റ് ചെയ്തത്. അപ്പം എന്താ, ട്രൂ ആകുമ്പോൾ എന്താ, ക്വസ്റ്റ്യൻ മാർക്ക് കഴിഞ്ഞിട്ടുള്ള എന്തൊക്കെയാണോ അതായിരിക്കും ഇവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇവിടെ എന്താ വരുന്നത്, ബിന്റെ വാല്യൂ വരുന്നത്.
നമുക്ക് ബിഗസ്റ്റ് വാല്യൂ 15 ആയിട്ട് കിട്ടി. ഓക്കെ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ ഞങ്ങളുടെ മലയാളം ഫ്ലട്ടർ കോഴ്സിൽ ഇനിയും വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ വീഡിയോൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പം എല്ലാവർക്കും കുറേ കാര്യം പഠിച്ചെന്ന് വിചാരിക്കുന്നു. അപ്പം നന്ദി, ബൈ.